നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ദയവ് ചെയ്ത് അതിനിടയിലേക്ക് ഡോക്ടർ കയറി വരരുത്. മനസ്സിലായില്ല. എന്തിനാ ഡോക്ടറെ ആ 20 ലക്ഷം രൂപയുടെ കാര്യം ഡോക്ടർ അവിടെ പറയാൻ പോയത്? ഞാനത് അവർക്ക് കൊടുക്കാൻ തുടങ്ങിയായിരുന്നു. ചുമ്മാ അവരുടെ മുന്നിൽ എന്നെ കള്ളനാക്കാൻ ശ്രമിച്ചു. അല്ല, അവരാരും അത് വിശ്വസിക്കില്ല, അതെനിക്കറിയാം. നീ ഒരു ഫ്രോഡാണെന്ന് ഹോസ്പിറ്റലിൽ ഷോ ഓഫ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ. ICUവിൽ സുധിക്കരികിൽ കയറി നീ സുധിയോട് സംസാരിച്ചപ്പോഴാ സുധിയുടെ BP-യിലും ECG-യിലും വേരിയേഷൻ വന്നത്. ചുരുക്കി പറഞ്ഞ സുധിയുടെ മരണത്തിന് പോലും കാരണക്കാരൻ നീയാ. ഞാനോ? ചുമ്മാ വെറുതെ പറയല്ലേ സാറേ. സാറ് മരുന്ന് മാറി ഇഞ്ചക്ഷൻ കൊടുത്തതിന് ഞാനാണ് ഉത്തരവാദി. അത് മറച്ചു വെക്കാൻ വേണ്ടിയല്ലേ സാറിന്റെ ഭാര്യ 20 ലക്ഷം രൂപ കോമ്പൻസേഷൻ തന്നത്? ഈ 20 ലക്ഷത്തിൽ പെടാത്ത മറ്റൊരു കണക്കില്ലേ ശരത്തെ? നീ അക്ഷരയുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിച്ച ഒരു 25 ലക്ഷം രൂപ. അതിന്റെ കാര്യം ഞാൻ ദേവികയോട് പറഞ്ഞിട്ടില്ല. എന്താ പറയണോ? ഹോസ്പിറ്റലിൽ വെച്ച് നീ എന്റെ നേരെ ഒരു ഷോ ഓഫ് കാണിച്ചു. അന്നേരം ഞാനത് ക്ഷമിച്ചത് ഒരു ജീവൻ എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയതിന്റെ പ്രയാസത്തിൽ നിന്നുകൊണ്ടാണ്. ഡോക്ടർ എന്തായി കാണിക്കുന്നത്? ഇത് പുതുവഴിയാ, ആളുകൾ കാണും. കയ്യൽ ഡോക്ടറെ. ദേവിക എന്റെ മോളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറാ. നീ ആ വീട്ടിലെ ആരാ? മകനാണോ അതോ മരുമകനാണോ? ദേവികയുടെ കാര്യത്തിൽ ഞാൻ ചിലപ്പോ ഇനി ഇടപെട്ടെന്ന് വരും. നിന്റെ ഫ്രോഡ് പണിയും കൊണ്ട് ഇനി എന്റെ പിന്നാലെ വന്നാണ്ടല്ലോ, അടി വാങ്ങിക്കും നീ. എന്തിനാ ഡോക്ടർ ഇങ്ങനെ സീരിയസ് ആവുന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് തീർത്താ പോരെ? ഡോക്ടർ പൊക്കോ, മോള് കാറിൽ നിന്ന് വിഷമിക്കുന്നു. ചെല്ലു ഡോക്ടർ. അതെ, ആ 25 ലക്ഷത്തിന്റെ കാര്യം തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. അപ്പൊ ശരി. ആ അങ്കിൾ എന്താ അച്ഛാ പറഞ്ഞത്? ആ അങ്കിളിന്റെ ഒരു കടം അച്ഛൻ അങ്ങ് തീർത്ത പോ. എന്താ ഇത്? എന്റെ സുധിയേട്ടന്റെ ജീവന് വിലയിടാൻ നിങ്ങൾക്ക് എന്താ അധികാരം? എന്റെ സുധിയേട്ടന്റെ വില ഇതാണെന്ന് നിങ്ങൾ കരുതിയോ? പിന്നെ എത്രയാണ് നിന്റെ ചുതിയേട്ടന്റെ വില? എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വില തരാൻ നിങ്ങൾക്ക് ഈ ജന്മത്ത് കഴിയില്ല. നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നതിനേക്കാളും ഒരുപാട് മുകളിലാ ഞാൻ എന്റെ സുധിയേട്ടന് കൊടുത്തിട്ടുള്ള വില. ദാനം കൊടുത്തതൊന്നും ഞാൻ തിരിച്ചു വാങ്ങാറില്ല. നിന്റെ ഭർത്താവ് എന്റെ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. നിന്റെ ബന്ധുവായ ഒരുത്തനില്ലേ, അവൻ ഇവിടെ കിടന്ന് ബഹളം വെച്ച് വാങ്ങിച്ചതാണ് ഈ ചെക്ക്. നിന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോട്ടറിയാ. സെക്യൂരിറ്റി ആയ അച്ഛന്റെ മകളല്ലേ നീ? വേണമെങ്കിൽ എടുത്തോണ്ട് പോടി. മതി, നിർത്ത്. എന്റെ അച്ഛനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? അദ്ദേഹത്തെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത? ഇതുപോലൊരു മുറിയിൽ കയറി കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്നതോ, അതോ ഒരുപാട് പണമുള്ള ഒരു അച്ഛന്റെ മകളായി ജനിച്ചതോ? ഇതൊന്നും നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലോ, നിങ്ങളുടെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ. വല്ലവരുടെ അധ്വാനത്തിന്റെ മുകളിൽ കയറി ഞെളിഞ്ഞിരുന്ന് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത് അന്തസ്സില്ലാത്തവര് മാത്രമേ ചെയ്യൂ. സെക്യൂരിറ്റി ജോലിക്ക് പോകുന്നതിന് മുൻപ് എന്റെ അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു. ഈ നാടിനെ രക്ഷിക്കാൻ ഒരുപാട് കാലം അതിർത്തിയിൽ കാവൽ നിന്നയാളാ എന്റെ അച്ഛൻ. റിട്ടയർ ചെയ്ത് വന്നിട്ടും അദ്ദേഹം വെറുതെ ഇരുന്നില്ല. ഒരു സ്കൂളിലെ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു. അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. മതി നിന്റെ പ്രസംഗം.
എന്റെ ഡാഡിയും നിന്റെ അച്ഛനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. എത്ര പേരുടെ ജീവൻ രക്ഷിച്ച ആളാ എന്റെ ഡാഡി നിനക്കറിയോ? അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലൊരു മകൾ അദ്ദേഹത്തിന് ജനിച്ചതില് എനിക്ക് സഹതാപമേ ഉള്ളൂ. ദൈവങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാ നിങ്ങളുടെ ജന്മം. ഇല്ലെങ്കിൽ ഇത്രയും കാരുണ്യവാനായ ഒരു ഡോക്ടർക്ക് നിങ്ങളെപ്പോലെ മനുഷ്യത്വം ഇല്ലാത്തൊരു മകളെ കൊടുക്കില്ലായിരുന്നു. ചുറ്റിലുള്ള എല്ലാവരുടെയും വില പണം കൊണ്ട് അളക്കാന്നാണോ നിങ്ങൾ കരുതിയത്? പാവങ്ങളായ ആളുകളൊക്കെ അന്തസ്സില്ലാത്തവരാണെന്ന് നിങ്ങളെ ആരാ പഠിപ്പിച്ചേ? എന്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ നിർബന്ധിച്ച് വാങ്ങിച്ചത് നിന്റെ ബന്ധുവാ. ഈ ഹോസ്പിറ്റലിൽ വെച്ച് ആരെങ്കിലും ഇങ്ങനെ മരിച്ചാ ഞങ്ങൾ ഇതുപോലെ നക്കാപ്പിച്ച കൊടുക്കാറുണ്ട്. നിനക്ക് വേണമെങ്കിൽ എടുത്തോണ്ട് പോ. നക്കാപ്പിച്ചയോ? പണത്തിന് നിങ്ങൾ ഇങ്ങനെയാണോ വില കൽപ്പിക്കുന്നത്? പണം മഹാലക്ഷ്മിയാണ്, അതിനെ പൂജിക്കണം, അല്ലാതെ ഇതുപോലെ അപമാനിക്കരുത്. ഇപ്പൊ നീ അഹങ്കരിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ താഴെ വിടാൻ ഒരു നിമിഷം മതി. ഒരു സുനാമി വന്നപ്പോ, പ്രളയം വന്നപ്പോ ഈ നാടും ജനങ്ങളും ഒക്കെ ഇത് കണ്ടതാ. ഇതുപോലെ കൊട്ടാരങ്ങളിലും മാളിക മുകളിൽ ഇരുന്നവരുടെയൊക്കെ പ്രാണന് വേണ്ടിയുള്ള നിലവിളി ഈ നാട് മുഴുവനും കേട്ടതുവാ. ഒരു കാര്യം നിങ്ങൾ നോർത്ത നല്ലതാ. എന്റെ ഭർത്താവിന് നിങ്ങൾ കോമ്പൻസേഷൻ വിധിച്ചു. സ്വന്തം വാഹനത്തിൽ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളല്ലേ നിങ്ങൾ? ഒരു നിമിഷത്തെ അശ്രദ്ധ മതി എന്റെ ഭർത്താവ് കിടന്നതുപോലെ നിങ്ങളും കിടക്കാൻ. നീ എന്നെ ശപിക്കുന്നോ? ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളെപ്പോലെ അഹങ്കരിക്കുന്നവർക്ക് ഏത് നിമിഷവും അത് സംഭവിക്കാം. നമ്മുടെ ഒന്നും ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം ഇല്ല മാഡം. നടന്നു പോകുമ്പോ ഒന്ന് കാല് തെറ്റി വീണാ മതി. മുകളിലേക്ക് എടുക്കുന്ന ശ്വാസം തിരിച്ചു വരാതിരുന്നാൽ തീർന്നു എല്ലാം. അത്ര നിസ്സാര ജീവിതം. നിങ്ങൾ വിചാരിച്ചിട്ടാണോ നിങ്ങൾ ജയശങ്കർ ഡോക്ടറുടെ മകളായിട്ട് ജനിച്ചത്? അല്ലല്ലോ. ദൈവം തന്ന ദാനം അത്. ആ ദൈവത്തിന് മുന്നിൽ അഹങ്കരിക്കരുത്. അഹങ്കരിച്ച ദൈവത്തിന് പറ്റിയ അബദ്ധം ചിലപ്പോ അദ്ദേഹം അങ്ങ് തിരുത്തും. ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് അങ്ങ് തിരിച്ചെടുത്തു വരും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കുക. തൽക്കാലം മാഡത്തിന്റെ കോമ്പൻസേഷൻ കയ്യിൽ തന്നെ വെച്ചോളൂ. എനിക്ക് കോമ്പൻസേഷൻ വേണമെങ്കിൽ ഞാൻ കോടതിയിൽ പോയിക്കോളാം. എനിക്കിപ്പോ രണ്ടിലൊന്നും അറിയണം. ആരോട് ചോദിച്ചിട്ട് അവൾ ഈ തീരുമാനം എടുത്തത്? നീയല്ലടാ ഈ വീട്ടിലെ ഗൃഹനാഥൻ. നിനക്ക് ഈ വീട്ടിൽ ഒരു വിലയുമില്ലേ? ആശുപത്രിക്കാര് നമുക്ക് തന്ന പണം തിരിച്ചു കൊടുക്കാൻ അവൾക്ക് എന്താ അധികാരം? അവൾ ആരാ? ഇതാ പറയുന്നത്, അവനവനെ ഇരിക്കേണ്ട അടുത്ത് അവനവനെ ഇരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കുന്നു.